ഹലോ, വെൽക്കം ടു രമ്യാസ് ടേസ്റ്റ് ട്രാവൽ. ഇന്നത്തെ റെസിപ്പി ഒരു ചെമ്മീൻ കറിയാണേ. വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും വലിയ ചെമ്മീനാണേ കിട്ടിയിട്ടുള്ളത്. കുറേ കാലമായിട്ടോ ഇത്രയും വലിയ ചെമ്മീൻ കിട്ടിയിട്ട് നമ്മൾ ചെമ്മീൻ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണേ. ചെമ്മീൻ്റെ തലയൊന്നും കളയാനില്ല കേട്ടോ. നമുക്ക് തല വെച്ചിട്ട് വേറൊരു കറി തയ്യാറാക്കാവുന്നതാണേ. തലയുടെ അതൊക്കെ എടുത്തിട്ട് നമുക്ക് വറക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാം. നാരൊക്കെ ഉണ്ടാവും കേട്ടോ, രണ്ട് സൈഡിലും കറുപ്പ് നാരില്ലേ, അതൊക്കെ എടുത്തിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ. ആദ്യം തന്നെ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് ഒരു 10 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണേ. വറുത്തരച്ചിട്ടാണേ വെക്കുന്നത്. തൃശ്ശൂർകാരുടെ സ്റ്റൈല് വെപ്പാണേ. കായും ചെമ്മീനും കറി നമ്മുടെ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതേ പാനിലേക്ക് തന്നെ നമ്മൾ 2 സ്പൂൺ മല്ലി, അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത്, മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തിട്ടുള്ളത്. അതും വറുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു അരമുറി നാളികേരം, ഒരു 2-3 ചെറിയ ഉള്ളി, കറിവേപ്പില, വേണമെങ്കിൽ നിങ്ങൾക്കൊരു 2 അല്ലി വെളുത്തുള്ളിയും സമയത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാം. പഴയ കാലത്ത് അമ്മമാർ തയ്യാറാക്കുന്ന രീതിയിലാണ് ഈ കറി തയ്യാറാക്കുന്നത്. നമ്മുടെ നാളികേരമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടില്ലേ വറ്റൽമുളകും മല്ലിയും ഇതോടുകൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുക. നമുക്ക് പെരിഞ്ചീരകം വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് അത് കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അരച്ച് വെക്കുക കേട്ടോ. ഇനി നമ്മൾ എന്താ അടുത്ത് ചെയ്യേണ്ടത്, ഒരു മൺചട്ടി വയ്ക്കുക. നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിനനുസരിച്ചിട്ട് വയ്ക്കാം. ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ കായ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 കായ എടുത്തോളൂ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണേ എടുക്കാനായിട്ട്. തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 പച്ചമുളക് കീറിയത്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കായ ഒന്ന് ആദ്യം തന്നെ വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. കായൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. കുക്കറിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കായ ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ മൺചട്ടിയിൽ തന്നെ നമ്മൾ വെക്കുകയാണേ ടേസ്റ്റ്. തൃശ്ശൂർകാരുടെ സ്റ്റൈലിലാണ് തയ്യാറാക്കുന്നത്. കായൊക്കെ ഒന്ന് വെന്ത് വരട്ടെ, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ചിലവർ ഇതിൽ തക്കാളി ചേർത്ത് കൊടുക്കും. പക്ഷേ തൃശ്ശൂർക്കാർ പുളിയാണേ ചേർക്കുക. എന്നാൽ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കണ്ടോ ചെമ്മീനൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. ചെമ്മീൻ കണ്ടോ എന്തൊരു വലിയ ചെമ്മീനല്ലേ. ഇനി നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടില്ലേ, അത് ഒന്നും കൂടി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച നാളികേരത്തിൻ്റെ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ചെമ്മീൻ ഇട്ടതിന് ശേഷം ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണേ ഇത്. കണ്ടോ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി തിളച്ച് വന്നു കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാവുന്നതാണേ. ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു. ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ വറുത്തത് നല്ല ടേസ്റ്റാണ് അല്ലേ കഴിക്കാനായിട്ട്. നമുക്ക് ചെമ്മീൻ തല നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് ചെമ്മീൻ്റെ തല കറി വയ്ക്കാം കായ ഇട്ടിട്ട്. അതും സാധാരണ ചെമ്മീൻ്റെ നല്ല രുചി അതിന് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണല്ലേ ഈ ചെമ്മീൻ വറുത്തരച്ച കായൊക്കെ ഇട്ടിട്ടുള്ള കറി. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറിയാണ്. കണ്ടോ ഒന്നും കൂടി മിക്സ് ചെയ്തൊക്കെ എടുക്കുക. നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നോക്കാം കേട്ടോ. കണ്ടോ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചെമ്മീനും കായും കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ അടുത്ത ചടങ്ങ്, എന്താ വറവിട്ടെടുക്കാം അല്ലെങ്കിൽ കാച്ചി ഒഴിക്കാം അല്ലേ. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 10-12 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല ബ്രൗൺ കളറാക്കി എടുക്കുക. നന്നായിട്ട് ബ്രൗൺ കളറാക്കിയതിന് ശേഷം നമുക്ക് ചെമ്മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറി. ചെമ്മീനും കായും, ചെമ്മീൻ്റെ കൂടെ എന്തിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ്. വെറുതെ ഇപ്പോൾ കായൊന്നും ഇല്ലെങ്കിലും ചെമ്മീൻ തന്നെ ഇതുപോലെ വറുത്തരച്ച് വയ്ക്കാം കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്, നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ചെമ്മീനും കായും കറി. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കൂ കേട്ടോ, എന്നിട്ട് അഭിപ്രായം പറയണേ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീനും കായും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എന്താ കാണാൻ തന്നെ എന്ത് രസമല്ലേ കാണാനായിട്ട്. അതേപോലെ തന്നെയാണ് കഴിക്കാനും. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. താങ്ക്